അൺചെയിൻഡ് ലവ് എന്ന ഡ്രാമയുടെ 15ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇല്ലു താമസ സ്ഥലത്ത് നിന്ന് സ്വന്തമായി രക്ഷപ്പെട്ട് പുറത്തുപോയി റിസ്ക് എടുത്ത് രാജ്ഞിയെ കിഡ്നാപ്പ് ചെയ്തു എന്നൊക്കെ ഷുലിൻ പറഞ്ഞറിഞ്ഞ ദുബോയ്ക്ക് അവളുടെ ഉദ്ദേശം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് ടോങ്ങിനെ കാണാൻ പോയിരുന്ന കാവോ മടങ്ങിയെത്തി അവളെ കണ്ട വിവരവും ഇല്ലു അവനിൽ നിന്ന് എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷെ എത്ര ചോദിച്ചിട്ടും ഒന്നും വിട്ടുപറയാൻ ടോങ് തയ്യാറാവാതിരുന്നുമൊക്കെ പറഞ്ഞത്. ഇല്ലുവിനെ ചികിത്സിച്ച ഡോക്ടറെ അടുത്ത് ചെന്ന് അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചു വരാൻ ഷുലിനെ പറഞ്ഞയച്ചിട്ട് ദുബോ അപ്പോൾ തന്നെ കാവോയ്ക്കൊപ്പം ഡൈയിങ് വർക്ക്ഷോപ്പിലേക്ക് പോകുന്നു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പുറത്തേക്ക് പറഞ്ഞയച്ചിട്ട് അവർ തനിച്ച് തോങ്ങിനോട് സംസാരിക്കുന്നു. ആദ്യമൊന്നും തോങ് സത്യം പറയാൻ തയ്യാറാകുന്നില്ല. ദുബോയ്ക്ക് അവളെ ചെറുതായി ഭീഷണിപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. അതിനുശേഷമാണ് അവൾ എന്തെങ്കിലും പറയാൻ തയ്യാറായത്. ഇല്ലു ഉറങ്ങാതിരിക്കാൻ വേണ്ടി മരുന്ന് കഴിക്കാൻ തയ്യാറായതും തൻ്റെ കുറ്റം കൊണ്ട് രാജാവ് അത് കണ്ടുപിടിച്ചതും ഇങ്ങനെ ശിക്ഷിച്ചതുമൊക്കെ അവൾ പറയുന്നു. തന്നോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവൾ ചുരത്തിൽ ഇറങ്ങാതിരുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അന്ന് എസ്കോട്ടായ ആയുധധാരികളായ സൈന്യം കൂടെ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൾ അവിടെ ഇറങ്ങാതിരുന്നത്. ഇത്രയും നാൾ അവൻ സംരക്ഷിച്ചതുപോലെ ഇനി അവനെ സംരക്ഷിക്കാൻ പോവുകയാണെന്ന് ഇല്ലു പറഞ്ഞതൊക്കെ ടോങ് പറയുന്നു. രാജ്ഞിയെ തട്ടിക്കൊണ്ടുപോകാൻ എന്തായിരിക്കും കാരണമെന്നവൻ ചോദിച്ചപ്പോൾ അവൻ്റെ ചേട്ടൻ്റെ കൊലപാതകത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ വേണ്ടിയാണ്. ഇനി അതുമാത്രമാണ് അവന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് ഇല്ലു പറഞ്ഞിരുന്നതും അവൾ പറയുന്നു. സത്യമെല്ലാം പറഞ്ഞ ദുവോ അവൾ തന്നെ പോലും കബളിപ്പിച്ചല്ലോ എന്ന് ചിന്തിച്ച് വളരെ വിഷമത്തോടെയാണ് അവിടെ നിന്ന് മടങ്ങിയത്. തോങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടതൊക്കെ ചെയ്യാനും അവൻ കാവയെ ഏൽപ്പിക്കുന്നു. അവർ തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും ഡോക്ടറെ അടുത്ത് പോരുന്ന ഷുലിൻ മടങ്ങിയെത്തിയിരുന്നു. ഇല്ലു വിഷം കഴിച്ചതാണ്. അവളുടെ ആന്തരികാവയവങ്ങൾക്ക് തകരാറ് പറ്റിയിട്ടുണ്ട്. ആ വിവരം രാജാവിനോട് പറയരുതെന്ന് പറഞ്ഞ് അവൾ ഡോക്ടർക്ക് പ്രത്യേകം കൈക്കൂലി നൽകിയിരുന്നു എന്നൊക്കെ ഷുലിൻ അവനെ അറിയിക്കുന്നു. മുറോങ്ങിൽ നിന്ന് തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അവൾ വിഷം കഴിച്ചത് എന്ന് ദുബോയ്ക്ക് മനസ്സിലാക്കുന്നു. അവൻ അവളെ കാണാനേ ഉടനെ പുറപ്പെടാൻ തുടങ്ങുന്നുണ്ടെങ്കിലും കാവോ തടയുന്നു. അപ്പോഴേക്കും ഇല്ലു താമസിക്കുന്നിടത്തേക്ക് രാജാവ് അവനെ വിളിപ്പിക്കുന്നുണ്ട് എന്ന് ജോലിക്കാരൻ വന്നറിയിക്കുന്നതിനാൽ അവൻ അങ്ങോട്ടേക്ക് തന്നെ പുറപ്പെടുന്നു. ഇല്ലുവിന് ബോധം വീണപ്പോൾ അവൾ വീട്ടിലാണ്. മുറോങ് അവളെ മരുന്ന് കഴിപ്പിക്കാനും മറ്റുമായി അവളുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. മരുന്ന് കഴിക്കുന്നതിനിടയിലാണ് പുറത്തുനിന്ന് അവിടുത്തെ ജോലിക്കാരുടെ നിലവിളി അവൾ കേട്ടത്. അവളെ നോക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് പറഞ്ഞ് മുറോങ് ഉത്തരവിട്ടനുസരിച്ച് അവരെ ശിക്ഷിക്കുന്നതിൻ്റെ നിലവിളിയാണ് കേൾക്കുന്നത്. രാജ്ഞിയോട് നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറഞ്ഞെങ്കിലും അവർ ഇത്രത്തോളം കടന്നു പ്രവർത്തിക്കുമെന്ന് കരുതിയില്ല. അവർക്കുള്ളത് ഞാൻ പിന്നീട് കൊടുത്തോളാം എന്നും അയാൾ പറയുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും അയാൾ കൂടുതൽ ക്രൂരനായിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചറിഞ്ഞ് ഇല്ലു ശ്വാസം പോലും വിടാതെ പേടിച്ചാണ് അയാൾക്കരികിലിരിക്കുന്നത്. അവളോട് കുറച്ച് റഫായി പെരുമാറിയതിന് ക്ഷമാപണമെന്നോണം കുറേ ആഭരണങ്ങളും മറ്റും അവൾക്ക് സമ്മാനിക്കാൻ അയാൾ മുറിയിലേക്ക് വരുത്തിക്കുന്നു. അതിൽ നിന്ന് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മാല എടുത്ത് അവളുടെ കഴുത്തിൽ അണിയിപ്പിച്ചിട്ട് ഇനി എപ്പോഴും അത് അവളുടെ കഴുത്തിലുണ്ടാകണമെന്നും പറയുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജോലിക്കാരെ അടിക്കുന്നത് നിർത്തി കൊല്ലാനായി കൊണ്ടുപോകാനും ഉത്തരവിടുന്നു. അതും കഴിഞ്ഞപ്പോഴാണ് ദുബോ സുരക്ഷിതമായ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിരുന്ന അവളുടെ കസിനെ അടിച്ച് അവശനാക്കിയ നിലയിൽ പിടിച്ചു കെട്ടി അവിടെ കൊണ്ടുവന്നത്. അവനെ കണ്ടതും ഇല്ലു കരഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നു. അവളുടെ ലവർ അവനാണ് എന്ന വിശ്വാസത്തിലാണ് മുറോങ് ഇപ്പോഴും. അയാൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവൻ കസിൻ മാത്രമാണ് എന്നവൾ പലതവണ പറഞ്ഞെങ്കിലും അയാൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ലവർ അയാളല്ലെങ്കിൽ പിന്നെ ആർക്കൊപ്പമാണ് അവൾ സിറ്റിയുടെ കൈകൾ കോർത്തു പിടിച്ച് ചേർന്ന് നടന്നത്? അവളുടെ യഥാർത്ഥ ലവർ ആരാണ് എന്നൊക്കെ മുറോങ് ചോദിച്ചപ്പോൾ ഇല്ലുവിന് മറുപടി പറയാൻ കഴിയുന്നില്ല. ക്ഷമ നശിച്ച മുറോങ് ഒരു കത്തിയുമായി എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് ചെന്ന് കത്തി അവളുടെ കയ്യിൽ പിടിപ്പിച്ച് ബലമായി അവൻ്റെ നെഞ്ചിൽ തന്നെ കുത്തിയിറക്കുന്നു. ഇല്ലുവും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പേരും ആകെ ഷോക്കാകുന്നുണ്ട്. നീയല്ലെങ്കിൽ പിന്നെ ആരാണ് ഇവളുടെ ലവർ എന്നയാൾ അവനോട് ചോദിക്കുന്നു. പക്ഷേ മരണം മുന്നിൽ കണ്ടിട്ടും ഒട്ടും ഭയക്കാതെ അവൾ ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിക്കണമെന്ന് അവളോട് പറയുകയാണ് അവൻ ചെയ്തത്. അതുകൂടി കേട്ടപ്പോൾ മുറോങ് വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ച് ആ കത്തി കൊണ്ട് പലതവണ അവനെ കുത്തുന്നു. ഇല്ലുവിൻ്റെ മുഖത്തൊക്കെ ചോര തെറിച്ച് വീഴുന്നുണ്ട്. അവളുടെ കൺമുന്നിൽ തന്നെ അവൻ പിടഞ്ഞു വീണ് മരിക്കുന്നു. ഒന്ന് കരയാൻ പോലും കഴിയാതെ അവൾ ആകെ പേടിച്ച് പറിച്ചിരിക്കുകയാണ്. ഷെങ്ങിൻ്റെ ബോഡി പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ദുബോ അവിടെ എത്തിയത്. അവൻ കാര്യങ്ങൾ കുറച്ചൊക്കെ ഊഹിക്കുന്നു. മുറോങ് പുറത്തൊരിടത്ത് ഇരിക്കുന്നത് കൊണ്ട് അവൻ അങ്ങോട്ടേക്ക് ചെന്ന് വണങ്ങുന്നു. പക്ഷെ അവൻ വന്നത് മൈൻഡ് പോലും ചെയ്യാതെ മുറോങ് ഇല്ലുവിൻ്റെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലുവിനെ ഡോക്ടർ വന്ന് പരിശോധിച്ചിരുന്നു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഉറക്കമായി എന്നൊക്കെ സുൻ ഇടയ്ക്ക് വന്ന് പറയുന്നു. ഇല്ലു അറിയാതെ കുട്ടിക്കാലം മുതൽ അവളെ നിരീക്ഷിച്ചിരുന്നുവെന്നും അവളുടെ ഓരോ ചലനവും കണ്ണും മൂക്കും ചുണ്ടുമൊക്കെ മറ്റാരേക്കാളും നന്നായി അറിയാം എന്നൊക്കെ വരയ്ക്കുന്നതിനിടയിൽ മുറോങ് പറയുന്നു. അവളുടെ വീട്ടിൽ പഠിക്കാൻ പോയ സമയത്തും അവൾ ചേട്ടൻ്റെ കൺസൾട്ടായി കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ച സമയത്തും അതിനുശേഷവും പലപ്പോഴായി ഒളിഞ്ഞിരുന്ന അയാൾ അവളെ നിരീക്ഷിക്കുന്നത് അയാളുടെ ഓർമ്മയിലൂടെ കാണിക്കുന്നു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ചിത്രവും അയാൾ പൂർത്തിയാക്കിയിരുന്നു. ശരിക്കും ജീവനുള്ളതുപോലെ ഉണ്ടായിരുന്നു അത്. എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ അയാൾ അവളുടെ ചുണ്ടിൽ കുറച്ച് ചുവന്ന ചായം തെച്ചിട്ട് നേരത്തെ രക്തത്തുള്ളികൾ തെറിച്ചു വീണപ്പോഴാണ് ആ നിറം അവൾക്ക് ഭംഗിയായി ചേരുമെന്ന് തിരിച്ചറിഞ്ഞത് എന്നും പറയുന്നു. ദുബൈയുടെ രക്തം ശരിക്കും തിളയ്ക്കുന്നുണ്ടെങ്കിലും അവൻ കൺട്രോൾ ചെയ്ത് ക്ഷമയോടെ ഇരിക്കുന്നു. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ദുബോ അവിടെ ഇരിക്കുന്നത് കണ്ടത് എന്ന മട്ടിൽ അയാൾ അവനോട് എഴുന്നേൽക്കാൻ പറയുന്നു. തെറ്റിദ്ധാരണ കൊണ്ടാണ് അവനെ കുറച്ച് ദിവസം അകറ്റി നിർത്തേണ്ടി വന്നത്. നേരത്തെ ഇല്ലുവിൻ്റെ പ്രൊട്ടക്ഷൻ അവനായിരുന്നുകൊണ്ട് അവൾക്ക് അവനോട് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടെ അവിടെ വന്ന് അവളെ കണ്ട് സംസാരിക്കാൻ മുറോങ് അവനോട് പറയുന്നു. പക്ഷേ അത് അയാളുടെ ട്രാപ്പാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ദുബോ അതിന് തക്കവണ്ണം അടുപ്പം ഞങ്ങൾക്കിടയിലില്ല എന്ന് പറഞ്ഞ് ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറുന്നു. മന്ത്രിമാരുടെയും മറ്റും എതിർപ്പ് കൊണ്ട് ഇല്ലുവിനെ തിരികെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. സ്വന്തം അമ്മ പോലും അതിനെ ശക്തമായി എതിർക്കുകയാണ്.
അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരുടെ അനുവാദത്തോടെ തന്നെ അവളെ കൊട്ടാരത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് മുറോങ് അവനോട് തന്നെ ചോദിക്കുന്നു. അടുത്ത മാസം നടക്കുന്ന ബുദ്ധൻ്റെ ജന്മദിനാഘോഷ ദിവസം രാജ്യത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി ഇല്ലു സ്വന്തമായി എഴുതി തയ്യാറാക്കിയ ബുദ്ധസൂക്തങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ബുദ്ധന് സമർപ്പിച്ചാൽ അവളോട് ക്ഷമിക്കാൻ എല്ലാവരും തയ്യാറായേക്കും. ആ അവസരം മുതലെടുത്ത് അവളെ തിരികെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നവൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. മുറോങ്ങിന് അവൻ്റെ ഐഡിയ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവൻ്റെ അത്ര ബുദ്ധി മറ്റാർക്കുമില്ല എന്ന് പറഞ്ഞ് അവനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എന്തായാലും അതോടെ മുറോങ്ങിന് അവനെ കുറച്ചുകൂടി വിശ്വാസമാകുന്നതിനാൽ ജന്മദിനാഘോഷങ്ങൾ തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്തം അവനെ തന്നെ ഏൽപ്പിക്കുന്നു. അവിടെ നിന്ന് മടങ്ങുമ്പോൾ തന്നെ ദുവോ മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ഷുലിൻ്റെ നേതൃത്വത്തിൽ ദുവോയുടെ ആൾക്കാർ ഷെങ്ങിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോയ സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട്. ഷെങ്ങിൻ്റെ സ്ഥാനത്ത് ദുവോ തൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെടുന്നത് സ്വപ്നം കണ്ട് ഇല്ലു ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നു. അന്നത്തെ സംഭവത്തോടെ അവൾക്കൊരു കാര്യം ബോധ്യം വന്നിരിക്കുന്നു. മുറോങ്ങിന് തന്നോടുള്ളത് പ്രണയമല്ല, മറിച്ച് പൂർണ്ണാധികാരത്തോടെ അയാൾക്ക് കൊണ്ടു നടന്ന് കളിച്ച് രസിക്കാനുള്ള ഒരു പാവം മാത്രമാണ് താൻ എന്നവൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതവളെ ഭയങ്കരമായി പേടിപ്പെടുത്തിയിരിക്കുകയാണ്. മുമ്പ് തന്നെ മരിച്ചാൽ മതിയായിരുന്നു എന്നുപോലും അവൾ ആഗ്രഹിച്ചു പോകുന്നു. പിന്നീട് 1 മാസക്കാലം ജീവച്ചാവം പോലെയാണ് അവൾ കഴിഞ്ഞത്. മുറോങ് പറഞ്ഞതനുസരിച്ച് ബുദ്ധസൂക്തങ്ങൾ എഴുതുന്നുണ്ടെങ്കിലും അതൊക്കെ വെറും യാന്ത്രികമായി ചെയ്യുന്നുവെന്ന് മാത്രം. ഇല്ലുവുമായുള്ള ദുവോയുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവനോട് നേരിട്ട് ചോദിക്കാനായി വാൻ അവൻ്റെ അടുത്തെത്തുന്നു. അവൾ ചോദിച്ചപ്പോൾ ദുവോ ഒന്നും നിഷേധിക്കാൻ നിൽക്കാതെ എല്ലാം സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. തൻ്റെ ചേട്ടനെ പറ്റിച്ചുകൊണ്ട് അവൻ അങ്ങനെ ഒരു റിലേഷനിലായതിന് അവൾ അവനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഇല്ലുവിനെ സ്വന്തമാക്കാനുള്ള യോഗ്യത മുറോങ്ങിനില്ല, അയാൾ എന്തൊക്കെയാണ് അവളോട് കാണിക്കുന്നത് എന്നറിയാമോ എന്നൊക്കെ ചോദിച്ച് ദുവോ അവളെ ശക്തമായി എതിർക്കുന്നു. പക്ഷേ അവൻ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ഈ ബന്ധം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നവൾ തീർത്തു പറയുന്നു. ബുദ്ധൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ദിവസം അവൻ എന്തെങ്കിലും പണിയൊപ്പിക്കും എന്നറിയാമായിരുന്നതിനാൽ എന്താണ് അവൻ്റെ ഉദ്ദേശം എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും അന്ന് ഇല്ലുവുമായി മീറ്റ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞോളാൻ പറഞ്ഞ് അവൻ അവളെ വെല്ലുവിളിക്കുന്നു. വാൻ ആ വെല്ലുവിളി ഏറ്റെടുത്ത ദേഷ്യത്തിലാണ് അവിടെ നിന്ന് മടങ്ങിപ്പോയത്. പുറത്ത് കാത്തുനിന്ന് തോഴിയോട് ചോദിച്ച് ഇല്ലുവിന് സംഭവിച്ച എന്തൊക്കെയാണെന്ന് അവൾ അറിയുന്നു. എല്ലാം കേട്ടപ്പോൾ ഇല്ലുവിനോട് സഹതാപം തോന്നുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വാൻ തയ്യാറില്ലായിരുന്നു. ബുദ്ധൻ്റെ ബർത്ത്ഡേ ദിവസം ദുവോ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ അത് തടയാൻ തന്നെ അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ ബർത്ത്ഡേ ആഘോഷം നടക്കുന്ന ദിവസം എത്തിയിരിക്കുന്നു. കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഇല്ലുവുമുണ്ട്. അവൾ എഴുതി തയ്യാറാക്കിക്കൊണ്ടുവന്ന ബുദ്ധസൂക്തങ്ങൾ അവളുടെ അടുത്ത് തന്നെ ഒരു ബോക്സിൽ വെച്ചിരിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്ത് ഇല്ലുവിനെ സഹായിക്കാനെന്നോണം അവളുടെ അടുത്തേക്ക് ചെന്ന ദുവോയുടെ സഹായികൾ അവളുടെ അടുത്തിരുന്ന ബോക്സ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തട്ടി ദൂരത്തേക്ക് എറിയുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ അവിടെ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഇല്ലുവിനെ കണ്ട് മുറോങ്ങിൻ്റെ അമ്മ ദേഷ്യപ്പെടുന്നു. അമ്മയെ ഇംപ്രസ് ചെയ്യിക്കാനായി അവൾ എഴുതിക്കൊണ്ടുവന്ന ബുദ്ധസൂക്തങ്ങൾ എടുത്തു കാണിച്ച് ഉറക്കെ വായിക്കാൻ മുറോങ് ഇല്ലുവിനോട് ആവശ്യപ്പെടുന്നു. അവൾ ബോക്സ് എടുക്കാനായി തിരിഞ്ഞപ്പോഴാണ് അതവിടെയെങ്കിലും ഇല്ല എന്നറിയുന്നത്. കൊണ്ടുവരാൻ മറന്നുപോയതാണ് എന്ന് അവൾക്ക് കള്ളം പറയേണ്ടി വരുന്നു. എവിടെയാണ് വെച്ചതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിട്ട് എടുപ്പിക്കാം എന്നൊക്കെ മുറോങ് പറയുന്നുണ്ടെങ്കിലും അമ്മ അതിനുള്ള സമയം നൽകാതെ അടുത്ത പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുന്നു. അതെവിടെ പോയി എന്ന് ചുറ്റും നോക്കിയിട്ട് ഇല്ലുവിനും അവർക്കൊപ്പം പോകേണ്ടി വരുന്നു. അടുത്ത സ്ഥലത്ത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജ്ഞി പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞൊരു തോഴി ഇല്ലുവിൻ്റെ അടുത്ത് എത്തി സംസാരിക്കുന്നു. അവളുമായുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ രാജ്ഞിക്ക് ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തടാകത്തിനടുത്തേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്ന് തോഴി അറിയിക്കുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇല്ലു ഒഴിഞ്ഞു മാറിയപ്പോൾ ദുവോയുടെ ചേട്ടൻ്റെ മരണം നടന്ന ദിവസത്തെക്കുറിച്ച് എന്തൊക്കെയോ ഓർമ്മ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ കൂടി വേണ്ടിയാണെന്ന് തോഴി അറിയിക്കുന്നു. ആ സമയത്ത് രാജ്ഞി അവളെയും മുറിക്ക് പുറത്ത് നിൽക്കുന്ന ദുവോയെയും മാറി മാറി നോക്കുന്നുണ്ട്. അതുകൂടി കണ്ടപ്പോൾ വിശ്വാസമായി ഇല്ലു അവർ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനായി പുറത്തേക്ക് ഇറങ്ങുന്നു. അവൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ സുഖമില്ലാന്ന് അഭിനയിച്ച് രാജ്ഞിയും പുറത്തേക്ക് ഇറങ്ങുന്നു. അത് ശ്രദ്ധിച്ച വാൻ പിന്നീടാണ് ഇല്ലു മിസ്സിംഗ് ആണെന്ന് കാണുന്നത്. അതോടെ അവളും അവൾക്ക് പുറകെ പുറത്തേക്ക് ഇറങ്ങുന്നു. കുറച്ച് ദൂരം ചെന്നപ്പോൾ തനിച്ചു പോയിക്കോളാമെന്ന് പറഞ്ഞ് ഇല്ലു കൂടെ വന്ന തോഴിയെ തിരിച്ചയച്ചിട്ട് മുന്നോട്ട് നടക്കുന്നു. അവൾക്ക് പുറകെ തന്നെ എത്തി രാജ്ഞി തോഴിയോട് ഇല്ലു എവിടേക്കാണ് പോയതെന്ന് അന്വേഷിക്കുന്നുണ്ട്. സത്യത്തിൽ അവളെ പുറത്തേക്ക് ഇറങ്ങിയത് അവരായിരുന്നില്ല. ദുവോ അവളെ തനിച്ചു കിട്ടാൻ വേണ്ടിയാണ് രാജ്ഞിയുടെ പേര് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. തോഴി രാജ്ഞിയോട് സത്യം പറയാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവളെ കൊണ്ട് പറയിക്കാൻ വേണ്ടി രാജ്ഞി അവളെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവിടെ എത്തി വാൻ പ്രാർത്ഥനാമുറിയിൽ നിന്ന് ബോറടിച്ചതുകൊണ്ട് സമയം കളയാൻ വേണ്ടി ഇല്ലുവിനോടൊപ്പം എന്തെങ്കിലും കളിക്കാമെന്ന് കരുതി അവളെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ച് ഞാനാണ് എന്ന് പറഞ്ഞ് ഇടപെടുന്നു. മാത്രമല്ല രാജ്ഞി അവൾക്ക് പുറകെ പോകാൻ അനുവദിക്കാതെ പ്രാർത്ഥനാമുറിയിലേക്ക് നിർബന്ധിച്ച് മടക്കി അയക്കുകയും ചെയ്യുന്നു. ഇല്ലുവിനെ പുറത്തിറക്കിച്ചത് ദുവോ ആയിരിക്കും എന്ന് അവൾ ഊഹിച്ചിരുന്നു. ക്ഷേത്രത്തിന് പുറകിലായുള്ള ഒഴിഞ്ഞ തടാകത്തിനരികിലെത്തിയ ഇല്ലു അവിടെ ആരെയും കാണാതെ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് അവിടെ ഗ്രഹണം സംഭവിച്ച് ചന്ദ്രൻ മറിഞ്ഞത്. ആ സമയത്ത് തന്നെ അവിടെ മറിഞ്ഞിരിക്കുകയായിരുന്ന ദുവോ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെയും പിടിച്ചുകൊണ്ട് അവിടെ നിർത്തിയിട്ടിരുന്ന ബോട്ടിലേക്ക് കയറി അത് അഴിച്ചുവിടുന്നു. ബോട്ട് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്നുണ്ട്. അവൻ തന്നെ ഉപദ്രവിക്കാനുള്ള ഭാവമാണ് എന്നാണ് ഇല്ലു ആദ്യം കരുതിയത്. ഇവിടെ മുഴുവൻ കാവൽക്കാരുണ്ട്, ഞാൻ ഉച്ചത്തിൽ നിലവിളിക്കുമെന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ പേടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ വാളൊക്കെ താഴിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നു. പേടിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനും ശ്രമിക്കുന്നു. അപ്പോഴാണ് അവൻ സത്യമെല്ലാം അറിഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് അവൾ തിരിച്ചറിയുന്നത്. അതോടെ അവൾ കരയാൻ തുടങ്ങുന്നു. അധികാരത്തിൻ്റെ ശക്തി എന്താണെന്ന് എനിക്ക് മുമ്പ് അറിയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ മറ്റാരേക്കാളും നന്നായി എനിക്കതറിയാം. എൻ്റെ ഒപ്പം നിന്നാൽ നിനക്ക് മരിക്കേണ്ടി വരും, എനിക്ക് പേടിയാണ് എന്നൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അപ്പോഴാണ് അവളുടെ കസിൻ മരിച്ചിട്ടില്ല. അവൻ്റെ ഡെഡ് ബോഡി അന്വേഷിച്ചു പോയ ആൾക്കാർ കുഴിയിൽ നിന്ന് അവനെ പുറത്തെടുത്ത സമയത്ത് അവന് ജീവനുണ്ടായിരുന്നു. ഇപ്പോൾ ചികിത്സയിലാണ് എന്നവൻ അവളെ അറിയിക്കുന്നത്. അവന് കുഴപ്പമൊന്നുമില്ല, അതേപോലെ നമുക്കും കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ പേടികൊണ്ട് ഇല്ലു അവനെ അകറ്റി നിർത്താനാണ് ശ്രമിച്ചത്.
എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് അവൾ ഒഴിവാക്കാൻ നോക്കിയപ്പോൾ പിന്നെ എന്തിനാണ് എൻ്റെ മോതിരം നീ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതോടെ അവൾ അതൊരു നിലത്തേക്കിട്ട് എനിക്ക് ശരിക്കും നിന്നെ വേണ്ട എന്ന് വീണ്ടും പറയുന്നു. ദുവോ നിയന്ത്രണം വിട്ട് അവളുടെ കഴുത്തിൽ മുറം കാണിച്ചിരുന്ന മാല പൊട്ടിച്ച് താഴേക്കെറിയിട്ട് അവളെ ബലമായി കിസ് ചെയ്യുന്നു. അവൻ പിടിവിടാൻ വേണ്ടി അവൾ അവൻ്റെ ചുണ്ട് കടിച്ചു മുറിക്കുന്നുണ്ട്. അവനെ തള്ളി മാറ്റി നിനക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് ചോദിച്ച് വഴക്ക് പറയുകയും ചെയ്യുന്നു. നിന്നെ കാണാതിരിക്കുമ്പോഴാണ് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത്. എനിക്ക് നിന്നെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല, മറക്കാൻ കഴിയില്ല. നീ മുറവിൻ്റെ സ്വന്തമാകുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഭ്രാന്താണ്. ഇത് അവസാനിക്കണമെങ്കിൽ നീ എന്നെ കൊല്ലണം എന്നവൻ പറയുന്നുണ്ട്. ഇല്ലു അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പിന്നെയും എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാകുന്നില്ല. അവസാനം അവൾ പിടിവാശി അവസാനിപ്പിച്ച് തോറ്റുകൊടുക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി ആദ്യമായി അവർ ശരിക്കും ഒരുമിച്ച് കഴിയുന്നു. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ പ്രാർത്ഥനയൊക്കെ അവസാനിപ്പിച്ച് എല്ലാവരും ഹാളിൽ നിന്ന് പുറത്തിറങ്ങുന്നു. വിശേഷപ്പെട്ട ഒരു ദിവസമായിട്ട് ഗ്രഹണം നടന്ന് ചന്ദ്രൻ പറഞ്ഞതിനാൽ അതൊരു ദുർനിമിത്തമാണ്. അർഹതയില്ലാത്ത ആരോ പ്രാർത്ഥനയിൽ പങ്കെടുത്തത് ദൈവത്തിനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ സംഭവിച്ചത്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇല്ലുവിനെ തിരികെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ അനുവാദം നൽകില്ല. അവളൊരു ദുർനിമിത്തമാണ് എന്നതിൻ്റെ വാണിയാണ് ദൈവം തന്നത് എന്നൊക്കെ മുറോങ്ങിൻ്റെ അമ്മ എല്ലാവരോടുമായി പറഞ്ഞിട്ടാണ് മുറിയിലേക്ക് പോയത്. അതിനുശേഷം മുറോങ് ഇല്ലുവിനെ തിരഞ്ഞപ്പോഴാണ് അവൾ മിസ്സിംഗ് ആണെന്ന് അറിയുന്നത്. അവൾക്ക് നല്ല സുഖമില്ലാത്തതുപോലെ ഫീൽ ചെയ്തുകൊണ്ട് മുറിയിലേക്ക് വിശ്രമിക്കാനായി പോയിരിക്കുകയാണ് എന്ന് അവളുടെ തോഴി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് സുന്ന അയാളെ അറിയിക്കുന്നു. പക്ഷേ സ്നാക്സ് നൽകാൻ വേണ്ടി എൻ്റെ തോഴിയെ ഞാൻ എല്ലാവരുടെയും മുറിയിലേക്ക് കുറച്ചു മുമ്പ് അയച്ചിരുന്നു. ഇല്ലുവിനെ അവിടെ മുറിയിൽ കണ്ടില്ല എന്നാണ് തോഴി വന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് രാജ്ഞി ഇടയ്ക്ക് കയറി പണി കൊടുക്കുന്നു. മുറോങ് ഉടനെ തന്നെ അവളെ അന്വേഷിച്ച് അവളുടെ മുറിയിലേക്ക് പോകുന്നു. ഇല്ലുവും ദുവോയും ഈ സമയം ഒരുമിച്ച് രാത്രി കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരുന്നു. അവൻ ലവ് ടോക്കണായി മോതിരം തന്നതിന് പകരം ഇല്ലു ഇത്തവണ തൻ്റെ ഫിഷി മോട്ടലിൻ്റെ മാല അവന് സമ്മാനിക്കുന്നുണ്ട്. രാജ്ഞിയോട് പ്രതികാരം ചെയ്ത ശേഷം നമുക്ക് രണ്ടുപേർക്കും കൂടി ആരും കണ്ടെത്താത്ത ഏതെങ്കിലും സ്ഥലത്ത് പോയി സമാധാനത്തോടെ ജീവിക്കണം എന്നവൻ പറഞ്ഞപ്പോൾ രാജ്ഞിയാണ് ചേട്ടനെ കൊന്നതെന്ന് അവനും തിരിച്ചറിഞ്ഞോ എന്നവൾ ചോദിക്കുന്നു. പ്രതികാരം ചെയ്യുന്നതിൽ വിരോധമില്ല, പക്ഷേ എന്ത് സംഭവിച്ചാലും എന്നെ തനിച്ചാക്കി പോകരുതെന്ന് മാത്രം അവൾ പറയുന്നുണ്ട്. മരിക്കുന്ന സമയത്ത് ചേട്ടൻ്റെ കയ്യിലിരുന്ന ആ സിൽക്ക് പെൻഡൻറ്റും ഇനി ഇത് എൻ്റെ കൈവശം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ എടുക്കുന്നു. നേരം വെളുത്തു തുടങ്ങിയിരുന്നതിനാൽ ഇനിയും അധികം സമയം അവിടെ ഇരുന്ന് ആരെങ്കിലും കാണണ്ടെന്ന് കരുതി അവൾ തിരികെ പോകാനിരിക്കുന്നു. രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകാതെ അവളാണ് ആദ്യം പോയത്. അവൾ ലേക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഓടിപ്പോകുന്നത് രാജ്ഞിയും തോഴിയും കാണുന്നുണ്ട്. അവൾ ശരിക്കും പുറത്താണോ രാത്രി കഴിഞ്ഞതെന്ന് സംശയം അവർക്ക് തോന്നുന്നു. ഇല്ലു തിരികെ മുറിയിലെത്തിയപ്പോൾ മുറോങ് അവിടെ ഇരിപ്പുണ്ട്. അതുവരെ അവൾക്കൊണ്ടൊരു സന്തോഷമില്ല, പേടിയായി മാറാൻ ഒരു സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല. രാത്രി മുഴുവൻ തിരികെ വരാതെ അവൾ ഇടയിരുന്നെന്ന് ചോദിച്ച് അയാൾ അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ബോറടിച്ചതുകൊണ്ട് കുറച്ചു നേരം മനസ്സ് സ്വതന്ത്രമാക്കാൻ വേണ്ടി പുറത്തിറങ്ങി നടന്നതാണ് എന്നവൾ കള്ളം പറയുന്നു. അപ്പോഴാണ് എപ്പോഴും കഴുത്തിലണിയണം എന്ന് പറഞ്ഞ് അവൾക്ക് സമ്മാനിച്ച മാല അവളുടെ കഴുത്തിലില്ല എന്ന് മുറോങ് ശ്രദ്ധിച്ചത്. അതെവിടെയെന്ന് അയാൾ ചോദിച്ചപ്പോൾ ദുവോ തലേന്ന് രാത്രി ദേഷ്യത്തിൽ അത് ബോട്ടിലേക്ക് വലിച്ചെറിഞ്ഞത് അവൾക്ക് ഓർമ്മ വരുന്നു. എവിടെയെങ്കിലും വെച്ച് മിസ്സായതായിരിക്കും, ഞാൻ പോയി കണ്ടുപിടിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഇല്ലു പോകാൻ തുടങ്ങിയപ്പോൾ ഇത്ര നിസ്സാരമായ കാര്യങ്ങൾക്ക് നീ നേരിട്ട് പോയി അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അയാൾ അവളെ പിടിച്ചിരുത്തുന്നു. മാത്രമല്ല ക്ഷേത്രത്തിൻ്റെ മുക്കും മൂലയും വരെ അരിച്ചുപെറുക്കി മാലയ്ക്ക് വേണ്ടി അന്വേഷണം നടത്താൻ യൂസുഫിന് ഓർഡർ കൊടുക്കുകയും ചെയ്യുന്നു. ഇന്നത്തോടെ എല്ലാം അവസാനിക്കുമോ എന്ന് ഇല്ലു പിടിച്ചു നിൽക്കുമ്പോഴാണ് രാത്രി മുഴുവൻ പുറത്തുപോയി ക്ഷീണിച്ചു വന്നിരിക്കുകയല്ലേ, എനിക്കിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അയാൾ അവളോട് ആവശ്യപ്പെട്ടത്. പേടി പുറത്ത് കാണിക്കാതെ അവൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു. ദുബോ ഡ്രസ്സൊക്കെ ശരിയാക്കി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. ഇല്ലു വന്ന വഴിയെ അന്വേഷിച്ചെന്ന രാജ്ഞി അവൻ ബോട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണുന്നു. ബോട്ടിനുള്ളിൽ ഒരു തിരച്ചിൽ നടത്തി അവർക്ക് ഇല്ലുവിൻ്റെ മാല കിട്ടുന്നു. തലേ ദിവസം രാത്രി അവർ ഒരുമിച്ചായിരുന്നു എന്ന് അവർക്ക് ഉറപ്പാക്കുന്നു. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, രാജ്ഞിക്ക് ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാക്കുന്നുണ്ട്. സത്യമെല്ലാം മുറോങ്ങിനെ അറിയിക്കാനുള്ള ഉദ്ദേശത്തോടെ അവർ മാലയുമായി പുറത്തിറങ്ങിയപ്പോഴേക്കും ദുബോ അവിടെ തിരികെ എത്തുന്നു. അവൻ്റെ ചുണ്ടിലെ അടയാളം കൂടി കണ്ടതോടെ തൻ്റെ സംശയം ശരിയാണെന്ന് അവർക്ക് ബോധ്യമാകുന്നു. മാല കാണിച്ചവർ അവനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ദുബോയ്ക്കൊട്ടും കൂസലില്ല. പണ്ട് മുതലേ അവൻ രാജ്ഞിക്കൊപ്പമായിരുന്നതിനാൽ അവർ ചെയ്തിട്ടുള്ള സകല ദുഷ്ടത്തരങ്ങളും അവൻ അറിയാമായിരുന്നു. തൻ്റെ അഫയറിനെ കുറിച്ച് അവർ വെളിപ്പെടുത്തുകയാണെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം അവന് പറയും എന്ന് പറഞ്ഞ് അവൻ തിരിച്ച് അവരെയും ഭീഷണിപ്പെടുത്തുന്നു. ഇല്ലുവിനെ പോലെ നിസ്സാരമായ ഒരു പെണ്ണിന് വേണ്ടി വർഷങ്ങളായുള്ള നിന്റെ പരിശ്രമം മുഴുവൻ പാഴാക്കി കളയാൻ പോവുകയാണെന്ന് രാജ്ഞി ചോദിച്ചപ്പോൾ നിങ്ങളുടെ കണ്ണിൽ അവൾ നിസ്സാരമായ ഒരു പെണ്ണായിരിക്കാം, പക്ഷേ അവളുടെ അത്രയും മഹത്വമുള്ള ഒരു പെണ്ണിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അവളെ ദ്രോഹിക്കാൻ ആര് ശ്രമിച്ചാലും അവരെ ഞാൻ എനിക്കൊപ്പം നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകും എന്ന് അവൻ ഭീഷണിപ്പെടുത്തുന്നു. അതോടെ രാജ്ഞിക്ക് തൽക്കാലം ഒതുങ്ങേണ്ടി വരുന്നുണ്ട്. മുറോങ്ങിനൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്ന ഇല്ലു ഏത് നിമിഷവും എന്ത് സംഭവിക്കാമെന്ന രീതിയിൽ പേടിച്ചാണ്ടിരിക്കുന്നത്. ക്ഷേത്രം മുഴുവൻ അരിച്ചുപെറുക്കിയിട്ടും മാല കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് യുസു ഇതിനിടയിൽ വന്നറിയിക്കുന്നു. തടാകത്തിനടുത്ത് നോക്കിയെന്ന് മുറോങ് എടുത്ത് ചോദിക്കുന്നുണ്ട്. അവിടെയും നോക്കിയിരുന്നു, പക്ഷെ കണ്ടുകിട്ടില്ല എന്നവൻ പറഞ്ഞപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് ചിന്തിച്ച് ഇല്ലു കൺഫ്യൂഷനായിരിക്കുന്നത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.